ഷെയ്ഖ് ഹസീനയെ മടക്കി അയക്കണമെന്ന് ഭാരതത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ട ബംഗ്ലാദേശ്. ഹസീന വിചാരണ നേരിടണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യം. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഭാരതത്തിൽ കഴിയുകയാണ് ഷെയ്ഖ് ഹസീന. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എന്താണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ? വിഷ്ണു, ബംഗ്ലാദേശിൽ നിന്ന് പ്രധാനമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് ഭാരതത്തിൽ അഭയം തേടിയിട്ടുള്ള ഷെയ്ഖ് ഹസീനയെ തിരികെ അയക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് അറിയിച്ചിട്ടുള്ളത്. ഭാരതത്തിനോട് നയതന്ത്ര തലത്തിൽ ഔദ്യോഗികമായി ബംഗ്ലാദേശ് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ധാക്കയിൽ ക്രൈം ബ്യൂറോയിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയും ഒപ്പം ഷെയ്ഖ് ഹസീന സർക്കാരിലെ മറ്റ് മന്ത്രിമാർക്കെതിരെയും സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഹസീന വിചാരണ നേരിടേണ്ടതാണ്. അതുകൊണ്ട് ഭാരതത്തോട് ബംഗ്ലാദേശ് ഇപ്പോൾ നയതന്ത്ര തലത്തിൽ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഷെയ്ഖ് ഹസീനയെ തിരികെ അയക്കണം എന്നുള്ളതാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന കുറ്റവാളികളെ കൈമാറുന്ന കരാർ ഇതിനോടകം തന്നെ നിലവിലുണ്ട്. ഭാരതവും ബംഗ്ലാദേശും തമ്മിലുണ്ടാക്കിയിട്ടുള്ള കുറ്റവാളികളെ കൈമാറുന്ന കരാർ പ്രകാരം ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് തിരികെ അയക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനോട് ഭാരതത്തിന്റെ പ്രതികരണം ഇതുവരെ ഔദ്യോഗിക തലത്തിൽ അറിയിച്ചിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രിയോ മറ്റു ഉദ്യോഗസ്ഥരോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. ബംഗ്ലാദേശിൽ കലാപം രൂക്ഷമാവുകയും ആദ്യം ഷെയ്ഖ് ഹസീന സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭം ബംഗ്ലാദേശിൽ തീവ്ര മതസംഘടനകൾ ഏറ്റെടുക്കുകയും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര മതസംഘടനകൾ ഏറ്റെടുക്കുകയും അതൊരു വലിയ കലാപമായി മാറുകയും ചെയ്തിരുന്നു. കലാപകാരികൾ ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇരച്ചു കയറുന്നതിന് തൊട്ടു മുൻപാണ് പ്രധാനമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് ഈ വർഷം ഓഗസ്റ്റ് 5 ഷെയ്ഖ് ഹസീന ഭാരതത്തിലേക്ക് അഭയം തേടിയെത്തിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെയും വിദേശകാര്യ മന്ത്രാലയവും ഒപ്പം ഭാരതവും വ്യക്തമാക്കിയത് അഭയം തേടിയെത്തുന്നവർക്ക് സംരക്ഷണം നൽകുന്ന നിലപാടാണ് ഭാരതം എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഷെയ്ഖ് ഹസീനയ്ക്കും അഭയം നൽകിയത് എന്ന നിലപാട് ഭാരതം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ തലത്തിൽ തന്നെ ഔദ്യോഗികമായി ഷെയ്ഖ് ഹസീനയെ കൈമാറണം എന്നൊരാവശ്യം ഭാരതത്തിന് മുൻപിലേക്ക് നയതന്ത്ര തലത്തിൽ വെച്ചിട്ടുണ്ട്. അതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ധാക്കയിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിന്റെ വിചാരണ ഷെയ്ഖ് ഹസീന നേരിടണം. അതുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന കുറ്റവാളികളെ കൈമാറുന്ന കരാർ അനുസരിച്ച് ഷെയ്ഖ് ഹസീനയെ കൈമാറണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനോട് ഭാരതത്തിന്റെ പ്രതികരണം എന്താകും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിക്കൊണ്ട് തീവ്ര ഇസ്ലാമിക നിലപാടുള്ള സർക്കാർ അധികാരത്തിൽ വരണം എന്ന നിലപാടായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിലെ തീവ്ര മതസംഘടനകൾക്ക് ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി വലിയ കലാപമോടെ അരങ്ങേറുകയും പിന്നീട് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ നിലവിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും ആ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര മതസംഘടനകളാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത്. അതിൻ്റെ ഭാഗമായി മുൻപ് കലാപത്തിൻ്റെ സമയത്ത് എങ്ങനെയാണോ അവിടെ ഒരു വലിയ ഹിന്ദു വംശഹത്യ നടന്നത്, അതിന് സമാനമായി ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ ഇപ്പോഴും ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ വേട്ടയാടുന്നു. അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഇടക്കാല സർക്കാരിന് സാധിച്ചിട്ടില്ല. അതിനെതിരെ രൂക്ഷമായ വിമർശനം ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് വിദേശകാര്യ സെക്രട്ടറി ധാക്കയിൽ സന്ദർശനം നടത്തി അവിടെ കൂടിക്കാഴ്ച നടത്തുകയും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന് പിറകെയാണ് ഭാരതത്തിൽ അഭയം തേടിയിട്ടുള്ള ഷെയ്ഖ് ഹസീനയെ കൈമാറണം എന്ന ആവശ്യം ബംഗ്ലാദേശ് മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ശരി, ജിഷ്ണുവാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.